രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാ പതയേ നമഃ. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമ്മൾ ഇന്നലെ കണ്ടത് വാമനമൂർത്തിയുടെ അവതാര ചരിതമാണ്. വിശദമായിട്ടൊന്നും പറഞ്ഞില്ല. ആ വാമനമൂർത്തിയായി അവതരിച്ചത് മഹാവിഷ്ണുവാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതേ മഹാവിഷ്ണു തന്നെയാണ് ഇപ്പോൾ രാമനായി അവതരിച്ചിരിക്കുന്നത് എന്നാണ് വാമദേവ മഹർഷി അയോധ്യയിലെ ജനങ്ങളെ പറഞ്ഞു കേൾപ്പിക്കുന്നത്. ധാത്രീ സുരദ്വേഷികളായി ജനിച്ചോരു ധാത്രീപതി കുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാമിവൻ ധാത്രിയിൽ ഇപ്പോൾ ദശരഥപുത്രനായി ധാത്രീ സുതാവരനായി പിറന്നേടിനാൻ. എല്ലാം ധാത്രി 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 എന്നാണ് തുടങ്ങുന്നത്. ധാത്രീ സുരദ്വേഷികളായി ജനിച്ചൊരു ധാത്രീപതി കുലനാശം വരുത്തുവാൻ. ധാത്രീ സുരൻ, ധാത്രി ഭൂമി, ഭൂസുരൻ ഭൂമിയിലെ ദേവൻ ആരാണ്? ബ്രാഹ്മണരെയാണ് ഭൂസുരന്മാർ എന്ന് പറയുന്നത്. ആ ബ്രാഹ്മണരുടെ ദ്വേഷികളായിട്ട് ധാത്രീ സുരദ്വേഷികളായി ജനിച്ചൊരു ധാത്രീപതി കുലനാശം വരുത്തുവാൻ. വാസ്തവത്തിൽ പരശുരാമനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പരശുരാമൻ ജമദഗ്നി മഹർഷിയുടെ മകനാണ്. ജാമദഗ്നിയൻ എന്നാണ് പേര്. അപ്പൊ അദ്ദേഹം ക്ഷത്രിയ വംശത്തെ മുഴുവൻ കൊന്നൊടുക്കി. ഒന്നല്ല, 21 പ്രാവശ്യം. എന്താ കാരണം? ക്ഷത്രിയന്മാരോട് അദ്ദേഹത്തിന് പൂർവ്വ വൈരാഗ്യം ഉണ്ടായിരുന്നു. അതൊരു കഥയുണ്ട്, അത് പറയാൻ നമുക്ക് സമയമില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കാർത്തവീര്യാർജുനന്റെ കഥ. എല്ലാ രാജാക്കന്മാരെയും നശിപ്പിച്ചില്ല. ആര്? പരശുരാമൻ. ധാത്രീ സുരദ്വേഷികളായി ജനിച്ചൊരു ധാത്രീപതി കുലനാശം വരും. ധാത്രീപതി ഭൂമിയുടെ പതി. ആരാണ്? രാജാവ്. ആ രാജവംശത്തെ നശിപ്പിക്കാനായി എങ്ങനെയുള്ള രാജാക്കന്മാരെയാണ് തെരഞ്ഞുപിടിച്ച് നശിപ്പിച്ചത്? ബ്രാഹ്മണരെ അകാരണമായി ദ്രോഹിക്കുന്ന ദുഷ്ടരാജാക്കന്മാരെ, ദുഷ്ടക്ഷത്രിയന്മാരെയാണ് ഈ പരശുരാമൻ നശിപ്പിച്ചത്. അങ്ങനെയുള്ള രാജാക്കന്മാരുടെ നാശം വരുത്താൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും, ഈ ഭൂമിയിൽ ഭാർഗവരാമൻ എന്നും പരശുരാമന് പേരുണ്ട്. ആ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാം ഇവൻ. ധാത്രീവരൻ, ധാത്രീവരൻ എന്ന വാക്കിന്റെ അർത്ഥം, ധാത്രി എന്ന് പറഞ്ഞാൽ ഭൂമി, ഭൂമിയുടെ പതി, അതാണല്ലോ ഭൂപതി. അതായത് ഭൂമി ദേവിയുടെ ഭർത്താവാണ് രാജാവ് എന്നൊരു സങ്കല്പമുണ്ട്. കാരണം രാജ്യത്തിന്റെ അധിപനാണല്ലോ, ആ ഭൂവിഭാഗത്തിന്റെ നാഥനാണല്ലോ രാജാവ്. അപ്പോ ധാത്രീവരൻ എന്ന് പറഞ്ഞാൽ ഭൂമിദേവിയുടെ പതിയായ, എന്ന് പറഞ്ഞാൽ രാജാവായ, ചക്രവർത്തിയായ രാഘവൻ. ഈ രാഘവൻ തന്നെയാണ് പരശുരാമനായി ജനിച്ചതും. ആ പരശുരാമനുമായിട്ടുള്ള കൂടിക്കാഴ്ച നടന്നു കഴിഞ്ഞു. എപ്പോഴാ? സീതയെ വിവാഹം ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് മാർഗമധ്യത്തിൽ പരശുരാമൻ കോപത്തോടുകൂടെ, നീ ശൈവജാപത്തെ ഖണ്ഡിച്ചു, ശിവന്റെ ധനുസിനെ ഒടിച്ചു, എന്റെ കയ്യിൽ ഒരു വൈഷ്ണവ ചാപമുണ്ട്, അതിനെയും നിനക്ക് ഭഞ്ജിക്കാൻ പറ്റുമോ എന്ന് നോക്കൂ, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇന്ന് വകവരുത്തും. രണ്ടും മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളാണ്, ശ്രീരാമനും പരശുരാമനും. പക്ഷേ നാടകമാണ്, കളിയാണ്. അതുകൊണ്ട് രണ്ടുപേരും അവരുടെ ഭാഗങ്ങൾ നല്ലതുപോലെ അഭിനയിച്ചു. രാഘവൻ തന്നെയാണ് ഭാർഗവരാമനായി എന്ന് പറഞ്ഞാൽ പരശുരാമനായി പിറന്നിരിക്കുന്നതും. ധാത്രിയിൽ ഇപ്പോൾ ദശരഥപുത്രനായി ധാത്രീ സുതാവരനായി പിറന്നിടിനാൻ. ഇപ്പോ ഭൂമിയിൽ ദശരഥപുത്രനായി ധാത്രീ സുതാവരനായി. ധാത്രീ സുത ഭൂമിയുടെ മകൾ. ആരാണ്? സീത. ഭൂമിയിൽ നിന്നാണ് ജനകന് സീതയെ കിട്ടിയത്. ജനകൻ ഒരു യാഗം ചെയ്യാനായി ഭൂമി കിളച്ചു മറിച്ചു. എപ്പോഴും അങ്ങനെയാണ്. യാഗഭൂമിക്ക് യാഗം ചെയ്യുന്നതിന് മുമ്പ് യാഗം എവിടെയാണോ ചെയ്യേണ്ടത് ആ ഭൂമിയൊക്കെ നല്ലതുപോലെ ഉഴുതുമറിക്കും കലപ്പ കൊണ്ട്. കലപ്പ കൊണ്ട് ഉഴുതുമറിക്കുന്ന വേളയിൽ കലപ്പ ഏതോ ഒരു പെട്ടിയിൽ തട്ടി ഇങ്ങനെ ഉടക്കി നിന്നു, മുമ്പോട്ട് പോകുന്നില്ല. നോക്കിയപ്പോ കലപ്പ ഒരു പെട്ടിയിൽ കുടുങ്ങിയിരിക്കുന്നു. ആ പെട്ടി തുറന്നു നോക്കിയപ്പോൾ അതിസുന്ദരിയായ ഒരു പെൺകുഞ്ഞ്, കോമളത്വം തുളുമ്പുന്ന ഒരു പെൺകുഞ്ഞ്. ആ കുഞ്ഞിനെ ജനക മഹാരാജാവ് എടുത്ത് വളർത്തി സീത എന്ന് പേരും നൽകി. എന്താണ് ഈ സീതാ ശബ്ദത്തിന്റെ അർത്ഥം? സീത എന്ന് പറഞ്ഞാൽ ഉഴവുചാൽ എന്നാണ് അർത്ഥം. ഈ കലപ്പ കൊണ്ട് ഇങ്ങനെ ഉഴുതു പോകുമ്പോഴേ
ഒരു ചെറിയ ഓട പോലെ ഇങ്ങനെ നീണ്ടു കാണപ്പെടുമല്ലോ മണ്ണിൽ, അതിന്റെ പേരാണ് സീത. ആ സീതയിൽ നിന്ന് ലഭിച്ച കുഞ്ഞായതുകൊണ്ട് സീത എന്ന് നാമകരണം ചെയ്തു ഈ കുട്ടിക്ക്. ആര്? ജനക മഹാരാജ്. ഭൂമിയിൽ നിന്ന് കിട്ടിയത് കൊണ്ട് ഭൂമിയുടെ മകളാണ് സീത. അതാണ് ധാത്രീസുത. ആ ധാത്രീസുതയുടെ വരൻ ഭർത്താവാണ് ഈ രാമൻ. ധാത്രിയിൽ ഇപ്പോൾ ദശരഥപുത്രനായി, ഭൂമിയിൽ ഇപ്പോൾ ദശരഥപുത്രനായി അവതരിച്ചുവല്ലോ ഇദ്ദേഹം ധാത്രീസുതയുടെ വരൻ എന്ന് പറഞ്ഞാൽ സീതാകാന്തനായി സ്ഥിതി ചെയ്യുന്നു. പിറന്നേടിനാൻ രാത്രിഞ്ചര കുലമൊക്കെ നശിപ്പിച്ചു, ധാത്രിഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ, ആദ്യനജൻ പരമാത്മാ പരാപരൻ, വേദ്യനല്ലാതെ വേദാന്ത വേദ്യൻ പരൻ. ഇദ്ദേഹത്തിന്റെ അവതാരോദ്ദേശം എന്തെന്നോ ദുഷ്ടനായ രാവണനെ വധിക്കുക, അങ്ങനെ സജ്ജനങ്ങളെ രാവണന്റെ ക്രൂരതകളിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ്. രാത്രിഞ്ചരൻ രാക്ഷസൻ, രാത്രിഞ്ചര കുലമൊക്കെ നശിപ്പിച്ച്, രാവണനെ മാത്രമല്ല ദുഷ്ടരാക്ഷസന്മാരെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടിയാണ് രാമന്റെ അവതാരം. ധാത്രിഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ, ദുഷ്ടന്മാരെ കൊണ്ട് ഭൂമിദേവി വല്ലാണ്ട് വിഷമിക്കുന്നതാണ്. അപ്പൊ ആ ഭൂമിയുടെ ഭാരം, ദുഷ്ടന്മാർക്ക് വെയിറ്റ് കൂടുതൽ എന്നാണ് വൈപ്പ്, സജ്ജനങ്ങൾക്ക് ഭാരമില്ല, പഞ്ഞി പോലെയാണ്. ആ ഭാരം ഭൂമിദേവിക്ക് താങ്ങാൻ വലിയ വിഷമമില്ല, പക്ഷെ ദുഷ്ടന്മാരെ താങ്ങാൻ കഴിയുകയില്ല. അങ്ങനെ രാക്ഷസന്മാരെ മൊത്തമായി നശിപ്പിച്ച് ഭൂമിയുടെ ഭാരം തീർത്ത് ധർമ്മത്തെ രക്ഷിക്കാൻ, ധർമ്മത്തെ സ്ഥാപിക്കാൻ ആണ് ഈ രാമന്റെ അവതാരം. ഈ രാമൻ ആരാണ്? സാക്ഷാത് മഹാവിഷ്ണുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞു, പരമാത്മാവാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ആ പരമാത്മാവിന്റെ ഗുണങ്ങളെ വർണ്ണിക്കുകയാണ്. ആദ്യൻ അജൻ പരമാത്മാ പരാപരൻ, വേദ്യനല്ലാതെ വേദാന്ത വേദ്യൻ പരൻ. ആദ്യനാണ് ഈ പരമാത്മാവ്. സൃഷ്ടിക്കപ്പെട്ടതൊക്കെ ഇദ്ദേഹത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഇദ്ദേഹം സൃഷ്ടിക്കപ്പെട്ടവനല്ല, ജനിച്ചവനല്ല. ജനിച്ചതിന്റെയൊക്കെ ഉറവിടമാണ് ഈ പരമാത്മ സ്വരൂപിയായ ശ്രീരാമൻ. അതുകൊണ്ട് ഇദ്ദേഹം ആദ്യനാണ്, തുടക്കത്തിലേ ഉള്ളവനാണ്. അജൻ, ജനിക്കാത്തവനാണ്. ഈ ദശരഥ മഹാരാജാവിന്റെ അച്ഛന്റെ പേരും അജനാണ് കേട്ടോ. രാമന്റെ അപ്പൂപ്പന്റെ പേരും അജനാണ്. അജന്റെ മകനാണ് ദശരഥൻ, ദശരഥന്റെ മകനാണ് രാമൻ. ആദ്യനജൻ പരമാത്മാ, പരമാത്മാവാണ് ഇദ്ദേഹം. പരാപരൻ, എല്ലാറ്റിനും അതീതമായതിന്റെയും അപ്പുറത്താണ് ഇദ്ദേഹത്തിന്റെ സ്ഥിതി. വേദ്യനല്ലാതെ, ഇദ്ദേഹത്തിന്റെ സ്വരൂപത്തെ ആർക്കും അറിയാൻ കഴിയുകയില്ല. അതിസൂക്ഷ്മമായ ആത്മതത്വം, ബ്രഹ്മതത്വമാണ് ശ്രീരാമൻ. അതുകൊണ്ട് ഇദ്ദേഹം വേദ്യനല്ല, അറിയപ്പെടാവുന്നവനല്ല. ഇദ്ദേഹത്തെ അറിയാൻ വിഷമമാണ്. എന്നാൽ വേദാന്ത വേദ്യൻ, വേദാന്തത്തിലൂടെ അറിയപ്പെടാവുന്നവനുമാണ്. വേദാന്ത ശാസ്ത്രങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ, പഠിച്ചാൽ ഈ ദേവന്റെ സ്വരൂപം പിടികിട്ടും. അങ്ങനെ ഇദ്ദേഹത്തെ മനസ്സിലാക്കാൻ കഴിയും. പരൻ, ശ്രേഷ്ഠനാണ്. നാരായണൻ പുരുഷോത്തമാനവ്യയൻ, കാരണമാനുഷൻ രാമൻ മനോഹരൻ, രാവണ നിഗ്രഹാർത്ഥം വിപീനത്തിനു, ദേവഹിതാർത്ഥം ഗമിക്കുന്നത് ഇന്ന്. അതിൻ കാരണം മന്ധരയല്ല, കൈകേയിയല്ല, ആരും ഭ്രമിക്കായിക രാജാവുമല്ലല്ലോ. വാമദേവ മഹർഷി വളരെ വ്യക്തമായി കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അയോധ്യാവാസികളെ. നാരായണൻ പുരുഷോത്തമൻ, പരമപുരുഷനായ നാരായണനാണ് രാമൻ. അവ്യയൻ, യാതൊരു നാശവും സംഭവിക്കാത്തവനാണ്, എന്നും നിലനിൽക്കുന്നവനാണ്. കാരണമാനുഷൻ, എല്ലാറ്റിൻ്റെയും മൂലകാരണമായ പരമാത്മാവ് തന്നെയാണ് മനുഷ്യരൂപം പൂണ്ട് രാമനായി അവതരിച്ചിരിക്കുന്നത്. രാമൻ മനോഹരൻ, ഈ രാമൻ ജനമനസ്സുകളെ ആകർഷിക്കുന്നവനാണ്, അപഹരിക്കുന്നവനാണ് തന്റെ സൗന്ദര്യം കൊണ്ട്. രാമൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ രമിപ്പിക്കുന്നവൻ, കാണുന്നവരുടെ മനസ്സിന് ആനന്ദം നൽകുന്നവൻ എന്നാണ് രാമശബ്ദത്തിന്റെ തന്നെ അർത്ഥം. ഇദ്ദേഹം എന്തിനാ അവതരിച്ചത്? രാവണ നിഗ്രഹാർത്ഥം വിപിനത്തിന്. ഈ കാട്ടിലേക്ക് പോകുന്നത് അച്ഛന്റെ ശാപം കൊണ്ടൊന്നും അല്ല, അതൊരു വ്യാജമായിരുന്നു, അതൊരു നാടകം മാത്രം. കാട്ടിലേക്ക് പോകുന്നതിന്റെ ഉദ്ദേശ്യം വേറെയാണ്. എന്താണ്? രാവണനെ നിഗ്രഹിക്കുക. അതുപോലെ കാട്ടിലുള്ള മഹർഷിമാരുടെ യാഗങ്ങൾക്ക് തടസ്സം ചെയ്യുന്ന രാക്ഷസന്മാരെ കൊല്ലാനും കൂടിയാണ് കാട്ടിലേക്ക് പോകുന്നത്. രാവണ നിഗ്രഹാർത്ഥം വിപിനത്തിന്, രാവണനെ നിഗ്രഹിക്കാനാണ് ഇദ്ദേഹം കാട്ടിലേക്ക് യാത്രയാവുന്നത്. ദേവഹിതാർത്ഥം, ദേവന്മാരുടെ നന്മയും ഇതിന്റെ പുറകിലുണ്ട്.
കാരണം രാവണനെ കൊണ്ട് ദേവലോകവാസികൾ, ദേവന്മാരും പൊറുതിമുട്ടിയിരിക്കുകയാണ്. ആ ദേവന്മാർക്ക് ഹിതമുണ്ടാക്കാനും കൂടെയാണ് ഇദ്ദേഹം വനത്തിലേക്ക് ഗമിക്കുന്നത് ഇന്ന്. ഇപ്പൊ അദ്ദേഹം കാട്ടിലേക്ക് പോകുന്നത് ആരുടെയോ ശാപം കൊണ്ടോ അച്ഛന്റെ ബുദ്ധിഭ്രമം കൊണ്ടോ ഒന്നുമല്ല. പോകുന്നതിന്റെ പുറകിൽ ഈശ്വര നിശ്ചയമുണ്ട് എന്നാണ്. ദേവഹിതാർത്ഥം ഗമിക്കുന്നത് ഇന്ന്. അതിന് കാരണം, ഈ കാട്ടിലേക്ക് രാമൻ പോകാൻ കാരണം മന്ധരയല്ല, കൈകേയിയല്ല, ആരും ഭ്രമിക്കായിക, രാജാവുമല്ലല്ലോ. ഈ കൈകേയിക്ക് കുബുദ്ധി ഉപദേശിച്ചു കൊടുത്തതാരാ? കൈകേയിയുടെ പരിചാരികയായിരുന്ന മന്ധര, കൂനിയായ മന്ധര. ആ മന്ധരയാണ് ഈ വക്രബുദ്ധി കൈകേയിക്ക് ഉപദേശിച്ചു കൊടുത്തത്. പക്ഷേ അവളും ഇതിന് ഉത്തരവാദിയല്ല. രാമൻ വനത്തിലേക്ക് പോകാൻ കാരണം മന്ധരയല്ല. മന്ധരയുടെ വാക്ക് കേട്ട് രാജാവിനോട് 2 വരങ്ങൾ വാങ്ങിച്ചുവല്ലോ. ആ കൈകേയിയും ഈ വനവാസത്തിന് കാരണക്കാരിയല്ല. ആരും ഭ്രമിക്കായിക, നിങ്ങൾ വെറുതെ ഭ്രമിച്ചു പോകണ്ട. മന്ധരയാണ് ഇതിനെല്ലാം കാരണം, അല്ലെങ്കിൽ കൈകേയിയാണ് കാരണം. അതല്ല, ദശരഥനാണ് കാരണം എന്നും നിങ്ങൾ വിചാരിക്കണ്ട. ദശരഥനാണല്ലോ ആ വരങ്ങൾ നൽകിയത്. അതാണ് ഭ്രമിക്കായിക, രാജാവുമല്ലല്ലോ. രാജാവായ ദശരഥനുമല്ല രാമൻ വനത്തിലേക്ക് പോകാൻ കാരണം. അത് ദൈവനിശ്ചയമാണ് എന്നാണ്. വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ, വിഷ്ണു മഹാമായ ദേവി ജനകജ, സൃഷ്ടിസ്ഥിതി ലയകാരിണി തന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ടതിന്നിപ്പോൾ. വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ, വിഷ്ണു ഭഗവാനാണ് ജഗത്തിന്റെ രൂപത്തിൽ പ്രകാശിക്കുന്നത്. ഈ നാരായണ തത്വം തന്നെയാണ്. മാധവൻ, മഹാലക്ഷ്മി, ധവൻ ഭർത്താവ്, മഹാലക്ഷ്മി പതിയായ മാധവൻ നാരായണൻ തന്നെയാണ് ഈ രാമൻ. നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? അദ്ദേഹത്തിന് ആർക്ക് എന്തു ചെയ്യാൻ കഴിയും? ഇനി കൂടെ പോകുന്ന ജനകജയോ? വിഷ്ണു മഹാമായ ദേവി ജനകജ. ഈ വിഷ്ണുവിന്റെ തന്നെ ശക്തിവിശേഷമായ മായയാണ് സീതാദേവി. സൃഷ്ടിസ്ഥിതി ലയകാരിണി തന്നോടും. ഈ സീതയ്ക്ക് രാക്ഷസന്മാരിൽ നിന്നോ മറ്റാരെങ്കിലും നിന്നുമോ എന്തെങ്കിലും ദോഷമോ അപകടമോ ഉണ്ടാവുമെന്ന് നിങ്ങൾ വിഷമിക്കണ്ട. കാരണം പ്രപഞ്ചത്തെ ഉണ്ടാക്കി നിലനിർത്തി അഴിക്കുന്ന മഹാമായയാണ് സീത. ആ സീതയെ ആരെന്ത് ചെയ്യാൻ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഭ്രമിക്കുന്നത്, വിഷമിക്കുന്നത്? ഭഗവാനും ഭഗവാന്റെ ശക്തിയുമാണ് കാട്ടിലേക്ക് പോകുന്നത്. പ്രപഞ്ചത്തെ ഉണ്ടാക്കി അഴിക്കുന്ന ഭഗവാനും ഭഗവത് ശക്തിയായ മായ. അതുകൊണ്ട് വിഷമിക്കണ്ട എന്നാണ്. സൃഷ്ടിസ്ഥിതി ലയ കാരിണി തന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ടതിന്നിപ്പോൾ. വളരെ സന്തോഷത്തോടു കൂടിയാണ് രാമൻ പോകുന്നത്. നിങ്ങൾ ആ രാമന്റെ മുഖത്തേക്കൊന്ന് നോക്കൂ. എന്തെങ്കിലും വിഷമമുണ്ടോ അദ്ദേഹത്തിന്? മുഖത്തിൽ ഒരു വാട്ടവുമില്ലല്ലോ. സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹം വനത്തിലേക്ക് യാത്രയാകുന്നത്. എന്തുകൊണ്ട്? ദൈവഹിതം. കാട്ടിലേക്ക് പോയാലേ സീതാപഹരണം നടക്കൂ. സീതാപഹരണം നടന്നാലേ രാവണനെ കൊല്ലാൻ പറ്റൂ. എല്ലാറ്റിനും ഒരു കാരണം വേണമല്ലോ. ചുമ്മാതെ എന്നങ്ങ് രാവണനെ അങ്ങ് കൊല്ലാൻ പറ്റില്ലല്ലോ. ധർമ്മത്തിന്റെ അവതാരം ആണല്ലോ, ധർമ്മമൂർത്തിയാണല്ലോ ശ്രീരാമൻ. അപ്പൊ രാവണനെ കൊല്ലാൻ തക്കതായ എന്തെങ്കിലും കാരണം ഉണ്ടാവണം. ഉണ്ടായില്ലെങ്കിൽ ഉണ്ടാക്കണം. അതിന് കാട്ടിൽ പോയേ പറ്റൂ. അതാണ് കാട്ടിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോ വനത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ നാരദൻ വന്നു ചൊന്നാൻ, അവൻ തന്നോട് രാഘവൻ താനും അരുൾ ചെയ്തു. നാരദൻ രാമനെ വന്ന് കണ്ട കാര്യം വാമദേവ മഹർഷി അറിഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഇന്നലെ ദേവർഷിയായ നാരദൻ രാമനെ കാണാൻ എത്തിയിരുന്നു. ആ സമയത്ത് നാരദനോട് രാഘവൻ ഇങ്ങനെ പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? നക്തഞ്ചരാന്വയ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും. രാമൻ തന്നെ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. നാരദ മഹർഷി അങ്ങ് വിഷമിക്കണ്ട. രാവണനെ എങ്ങനെ കൊല്ലും, നിഗ്രഹിക്കും, അങ്ങിങ്ങനെ നാട്ടിൽ കഴിഞ്ഞാൽ രാവണനെ ആര് കൊല്ലും എന്ന് വിഷമിക്കണ്ട. നാളെ തന്നെ ഞാൻ കാട്ടിലേക്ക് പോകും. പോകാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. മന്ധരയെ കൊണ്ട് കുബുദ്ധി ഉപദേശിക്കാൻ പോകുന്നത് ഞാൻ തന്നെയാണ്. മന്ധരയിലൂടെ ആ 2 വരങ്ങൾ ചോദിക്കുന്നതും ഞാൻ തന്നെയാണ്. ദശരഥനെ കൊണ്ട് ആ വരങ്ങൾ കൊടുപ്പിക്കുന്നതും ഞാൻ തന്നെയാണ്. ഒക്കെ രാമന്റെ ലീല. അപ്പോ ഈ മന്ധരയെയും കൈകേയിയെയും ദശരഥനെയും ഒക്കെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? സ്വയം കാട്ടിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി തീർത്തു ആര്? ശ്രീരാമൻ. അപ്പൊ ഇന്നലെ നാരദ മഹർഷിയോട്
ഈ രാമൻ തന്നെ പറഞ്ഞു, നക്തഞ്ചരാന്വയ നിഗ്രഹത്തിനു ഞാൻ. നക്തഞ്ചരൻ രാക്ഷസൻ, രാത്രി ഇറങ്ങി നടക്കുന്നവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. രാത്രി സഞ്ചരിക്കുന്നവനാണ് നക്തഞ്ചരൻ. ആ നക്തഞ്ചരന്മാരുടെ അന്വയം, വംശം, ആ രാക്ഷസ വംശത്തെ മുഴുവൻ നിഗ്രഹിക്കാനായി ഞാൻ തീർച്ചയായും നാളെ കാട്ടിലേക്ക് പോകും എന്ന് ഇന്നലെ തന്നെ നാരദ മഹർഷിക്ക് വാക്ക് കൊടുത്തിരുന്നു ഈ രാമൻ. അപ്പോ രാമൻ എല്ലാം നേരത്തെ അറിഞ്ഞിരിക്കുന്നു. എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള കളിയാണ്, ലീലയാണ്. എന്നതു മൂലം ഗമിക്കുന്നു രാഘവൻ, ഇന്നു വിഷാദം കളവിൻ എല്ലാവരും. ഇത് രാമൻ തന്നെ കളിക്കുന്ന ഒരു കളിയാണ്. ഹേ ജനങ്ങളെ, നിങ്ങൾ എന്തിനാ വെറുതെ വിഷമിക്കുന്നത്? എന്നത് മൂലം ഗമിക്കുന്നു രാഘവൻ. ഇങ്ങനെ കാരണത്തോടുകൂടി തന്നെയാണ് രാഘവൻ കാട്ടിലേക്ക് പോകുന്നത്. ഇന്ന് വിഷാദം കളവിൻ എല്ലാവരും, നിങ്ങൾ എല്ലാവരും ഈ വിഷാദത്തെ ഉപേക്ഷിക്കൂ. നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ വിഷമത്തോടുകൂടി കണ്ണീർ തൂകുന്നവരായി നിലകൊള്ളുന്നത്? രാമനെ നോക്കൂ, അദ്ദേഹം അങ്ങേയറ്റം സന്തുഷ്ടനാണ്. നിങ്ങളും സന്തോഷത്തോടുകൂടെ അദ്ദേഹത്തെ യാത്ര അയക്കൂ. രാമനെ ചിന്തിച്ചു ദുഃഖിയായി ആരുമേ, രാമരാമേരി ജപിപ്പിനെല്ലാവരും. നിത്യവും രാമരാമേരി ജപിക്കുന്ന മർത്യന് മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ല. അതടുത്ത വരികയാണ്. നിങ്ങൾ ദുഃഖിക്കേണ്ട കാര്യമില്ല. രാമനെ ചിന്തിച്ച് ദുഃഖിയായി ആരുമേ, നിങ്ങൾ രാമനെ ഓർത്ത് വിഷമിക്കണ്ട. ഒരാൾ പോലും രാമനെ ഓർത്ത് ദുഃഖിക്കരുത്. മറിച്ച് എന്താ വേണ്ടത്? രാമരാമേരി ജപിപ്പിനെല്ലാവരും. നിങ്ങളൊക്കെ രാമ 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 എന്ന് രാമനാമങ്ങൾ ജപിച്ചുകൊള്ളൂ. നിത്യവും രാമരാമേരി ജപിക്കുന്ന, ദിവസേന രാമനാമം ജപിക്കുന്ന, അല്ലെങ്കിൽ സദാസമയവും രാമനാമം ജപിക്കുന്ന മർത്യന്, മനുഷ്യന് മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ല. മരണം തുടങ്ങിയ ഒരു ഭയവും അദ്ദേഹത്തിന് ഉണ്ടാവുകയില്ല. രാമനാമം ജപിക്കുന്നവന് ഒരു തരത്തിലുള്ള ഭയവും ഉണ്ടാവുകയില്ല. മരണമാണല്ലോ ഏറ്റവും കൂടുതൽ മനുഷ്യനെ, അല്ലെങ്കിൽ ഏത് ജീവിയെയും ഭയപ്പെടുത്തുന്നത്. ആ മരണഭയം പോലും അകന്നുപോകും രാമനാമ ജപത്താൽ. സിദ്ധിക്കയില്ലതേ അല്ല കൈവല്യവും സിദ്ധിക്കുമേവനും എന്നത് നിർണയം. ഇങ്ങനെ മൃത്യുഭയം തുടങ്ങിയ യാതൊരു ഭയങ്ങളും രാമനാമം ജപിക്കുന്നവന് ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, കൈവല്യവും സിദ്ധിക്കുമേവനും, എല്ലാവർക്കും മോക്ഷവും ലഭിക്കും എന്നത് നിർണയം. ഈ കാര്യം വളരെ ഉറപ്പിച്ചു പറയുന്നു. എന്റെ ഉറച്ച തീരുമാനമാണിത്. രാമനാമം ജപിക്കുന്നവന് മരണഭയം ഉൾപ്പെടെ യാതൊരു ഭയവും ഉണ്ടാവുകയില്ല. ദുഃഖ സൗഖ്യാദി വികൽപ്പങ്ങളില്ലാതെ നിഷ്കളൻ, നിർഗുണൻ, ആത്മാരഭൂത്തമൻ, ന്യൂനാതിരേക വിഹീനൻ, നിരഞ്ജനൻ, ആനന്ദപൂർണൻ, അനന്തൻ, അനാകുലൻ. ഈ രാമനെ കുറിച്ച് നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത്? ആനന്ദസ്വരൂപിയായ പരമാത്മാവാണ് ഇദ്ദേഹം. നിഷ്കളൻ, അതിനു മുമ്പ് എന്താ? ദുഃഖ സൗഖ്യാദി വികൽപ്പങ്ങളില്ലാതെ നിഷ്കളൻ, സുഖദുഃഖങ്ങൾ തീണ്ടാത്ത, യാതൊരു സംശയമോ ഭയമോ അങ്ങനെയുള്ള വികൽപ്പങ്ങൾ, ഭേദഭാവങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത നിഷ്കളങ്കനാണ് ഈ രാമൻ. നിർഗുണൻ, ആത്മാ, ത്രിഗുണങ്ങൾക്ക് അതീതനായി സ്ഥിതി ചെയ്യുന്നവനാണ് ഈ രാമൻ. അദ്ദേഹത്തിന് ഈ ഗുണമയമായ പ്രപഞ്ചത്തിലുള്ള ഒന്നും ഒരു തരത്തിലും ഉപദ്രവിക്കുകയില്ല. ആത്മാരഘൂത്തമൻ, ആത്മസ്വരൂപിയാണ്, അല്ലെങ്കിൽ പരമാത്മാവ് തന്നെയാണ് രഘുനന്ദനൻ. ന്യൂനാതിരേക വിഹീനൻ, കൂടുതൽ കുറവുകൾ ഇല്ലാത്തവനാണ്. വർദ്ധിക്കുക, ക്ഷയിക്കുക, ഈ ഭാവങ്ങളൊന്നും പരമാത്മസ്വരൂപിയായ നമ്മുടെ രാമനില്ല. നിരഞ്ജനൻ, യാതൊരു കളങ്കവുമില്ലാത്തവൻ. ഒരു കുറ്റവും ആർക്കും രാമനിൽ കണ്ടുപിടിക്കാൻ പറ്റുകയില്ല. ആനന്ദപൂർണൻ, പരമാനന്ദ സ്വരൂപിയാണ്. ആനന്ദം അദ്ദേഹത്തിന്റെ സ്വരൂപമാണ്. അതിനെ തകർക്കാൻ ആർക്കും കഴിയുകയില്ല. അനന്തൻ, അനാദിയാണ്, അജൻ എന്നൊക്കെ പറഞ്ഞു. അതുപോലെ അന്തമില്ലാത്തവനാണ്, ഒടുക്കമില്ലാത്തവൻ, മരണമില്ലാത്തവൻ, നാശമില്ലാത്തവനാണ് ഈ ശ്രീരാമൻ. അനാകുലൻ, ദുഃഖം തീണ്ടാത്തവൻ. ഒരു തരത്തിലുള്ള ബാധയോ ദുഃഖമോ ഒന്നും രാമനെ സമീപിക്കുന്നില്ല. ദുഃഖം എന്തെന്നറിയാത്ത ആനന്ദസ്വരൂപിയാണ് ഈ ശ്രീരാമൻ. അദ്ദേഹത്തിന് ഈ വനവാസം കൊണ്ട് യാതൊന്നും നഷ്ടപ്പെടുന്നില്ല.
അദ്ദേഹം ഒരു കളിയായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈ കളിയുടെ ഉദ്ദേശ്യം സജ്ജനങ്ങളെ രക്ഷിക്കുക, രാവണാദി രാക്ഷസന്മാരിൽ നിന്ന് ലോകത്തെ രക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും രാമനെ ഓർത്ത് വിഷമിക്കേണ്ട, മറിച്ച് രാമനാമം ജപിച്ചുകൊള്ളൂ എന്നാണ് വാമദേവ മഹർഷി പറയുന്നത്. അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ല. തുടർന്നുള്ള വാമദേവ വചനങ്ങളെ നമുക്ക് നാളെ വായിക്കാം.